ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാട്ടോ. തേങ്ങ വറുത്തരച്ച മുട്ടക്കറി നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വന്നാലോ. അതിനുവേണ്ടി ഇന്ന് ഞാൻ എടുത്തേക്കുന്ന 5 മുട്ടയായിട്ട് എടുത്തേക്കുന്നത്. 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 സബോള ചെറുതായിട്ട് അരിഞ്ഞാണ്. അധികം കട്ടിയൊന്നും വേണ്ട, ചെറുതായിട്ട് ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ കറി വെക്കുന്നത്. അതിന് വേണ്ടി അരമുറി തേങ്ങ ഇത് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി വേണ്ടത് പൊടികളാട്ടോ. എടുത്തേക്കുന്ന മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാറിനൊക്കെ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇച്ചിരി മല്ലിപ്പൊടി അരച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമേ. പിന്നെ എടുത്തേക്കുന്നത് മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തേക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി 1 പിഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല എടുത്തു. മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ചട്ടി അടുപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി അടുപ്പയിൽ വെച്ച് ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടാകട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം ഇടാൻ വേണ്ടിയേ. തീ അധികം കൂടി പോകരുതേ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വിറകടുപ്പിലാട്ടോ വെക്കുന്നത്, അപ്പം നല്ലതായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഗ്യാസിൽ വെക്കുവാണെങ്കിൽ തേങ്ങ വേഗം ഒന്ന് കരിഞ്ഞു പോവേ. അതുകൊണ്ട് വിറകടുപ്പിലാട്ടോ വെച്ചേക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. തേങ്ങ ഏകദേശം ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നീ ഇതുപോലെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പൊടിയൊക്കെ തീയ നല്ലതുപോലെ ഒന്ന് കുറച്ചിടണം കേട്ടോ. അതിന് പൊടികൾ ചേർത്ത് കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേന് അടി കിടക്കുന്ന കട്ടി കുറഞ്ഞ തേങ്ങ വേഗം കരിഞ്ഞു പോവേ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്ക് ഒന്ന് തീ നല്ലതുപോലെ കുറച്ചിട്ടിട്ടുള്ളൂ. എടുത്ത് വെച്ചേക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം ഗരം മസാലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മളതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിയൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. പൊടി നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് ഓയിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1-2 ടീസ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പൊടി നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് നരച്ചെടുക്കാം. തേങ്ങ വറുത്ത അതേ ചട്ടിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ. ഇനി ചട്ടി നമുക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ പൊട്ടിക്കാം കേട്ടോ. എണ്ണ ചൂടായി. ഇനി കുറച്ച് കടുകിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അധികം വേണ്ട, കുറച്ചിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന സബോള നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സബോള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. സബോള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാവേ. നമ്മൾ തണുക്കാൻ വെച്ചേക്കുന്ന തേങ്ങയുണ്ടല്ലോ, നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് വെള്ളവും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. നല്ലത് പൊടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം, അരയ്ക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വഴറ്റി വെച്ചേക്കുന്ന സബോളയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം.
അന്നേരത്തിന് നമ്മുടെ സബോള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 സബോള അരിഞ്ഞെടുത്താന്ന് വെച്ചു, പക്ഷേ വഴന്ന് വന്നപ്പോൾ ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ വഴന്നിരിക്കുന്ന സബോളയിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതിയല്ലോ. അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. നല്ലതുപോലെ നമുക്ക് അരപ്പ് ഇളക്കി കൊടുക്കാവേ. അരപ്പൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് തിളച്ചു. ഇനി നമുക്കിനി ലേശം വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്രയാണോ ചാറ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ തിളച്ചു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെ വെന്ത് പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചേക്കുവാണേ. അരപ്പ് നല്ലതുപോലെ തിളച്ചല്ലോ. ഇനി നമുക്ക് അരപ്പിലേക്ക് ഇനി മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട ഇട്ടതിന് ശേഷം നമുക്ക് അരപ്പ് മുട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയുടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് മുട്ടയിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ലേശം ഒന്ന് ചെറിയ ഒരു സ്പൂണൊക്കെ വെച്ച് മുട്ട പതിയെ ഒന്ന് വരഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ഈ കറിയുടെ എരിവൊക്കെ ഈ മുട്ടയിലോട്ട് പിടിക്കും. നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ ഞങ്ങൾ ഉപ്പ് ചേർത്തില്ല. ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട വറുത്തരച്ച കറിയാട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വിഭവമായി വീണ്ടും വരുന്നത് വരെ ബൈ.